ഇവിടെ നമുക്കൊരു വീട് കാണാം. ഈ ഒരു വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് വെറും 4 സെന്റ് പ്ലോട്ടിലാണ്. ഈ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊച്ചിയിലാണ്. ഈ 4 സെന്റ് പ്ലോട്ടിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് ഡിസൈൻ ചെയ്യുക എന്ന ആവശ്യമായിട്ടാണ് ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്ത്. അവർക്ക് വേണ്ടിയിരുന്ന ഒരു 3 BHK വീടാണ്. പക്ഷേ അവർ പ്രത്യേകം എടുത്തു പറഞ്ഞത് അവർ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് വേണം, അത് 2 ബാത്ത് അറ്റാച്ച്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ്, അതും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു 4 സെന്റ് പ്ലോട്ടിൽ ഒരു വീട് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ അത് എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പ്ലാൻ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ആദ്യം തന്നെ സൈറ്റ് കോൺടെക്സ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു സൈറ്റിൻ്റെ ടോട്ടൽ ഏരിയ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 സെന്റാണ്. റോഡ് പോകുന്നത് വെസ്റ്റ് സൈഡിലൂടെയാണ്. ഈ ഒരു പ്ലോട്ടിലേക്ക് ഒരു പ്രൈമറി വിൻഡ് സോഴ്സ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിൽ നിന്ന് തന്നെയാണ്. ഈ ഒരു സൈറ്റിലെ സൺപാത്ത് വരുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഫ്ലാറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ സൗത്ത് സൈഡിലെ ഓപ്പണിങ്സ് നമ്മൾ കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഒന്ന് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു കാർ പോർഷൻ കൊടുത്തു. നമ്മൾ വലിയൊരു ഗേറ്റാണ് വീണ്ടും ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. കാർ കയറാനും ഇറങ്ങാനും ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സിറ്റ് ഔട്ട് കൊടുത്തു. സിറ്റ് ഔട്ട് കടന്ന് നമ്മൾ എത്തുന്നത് ഫോമൽ ലിവിങ് ഏരിയയിലേക്കാണ്. ഫോമൽ ലിവിങ് ഏരിയയിൽ നിന്ന് സ്റ്റെയർ കേസ് നമുക്ക് കാണാം. അതിൻ്റെ താഴെ ഒരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് വരുന്നത് ഇവിടെയാണ്. ഒരു വാഷ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് യൂണിറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു പാറ്റിയോ സ്പേസ് നമ്മൾ കൊടുത്തു. മെയിൻലി നല്ല കാറ്റും വെളിച്ചം ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഉദ്ദേശത്തിലാണ് ഒരു ഫോൾഡിംഗ് ഡോർ കൊടുത്ത് അത്തരത്തിലൊരു സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കിച്ചൺ വരുന്നുണ്ട്. പിന്നെ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തു. അവിടെ തന്നെയാണ് ടോയ്ലറ്റ് വരുന്നത്. പിന്നെ വേറെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. അതിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അവിടെ നിന്ന് ഒരു വലിയ സീൻ ബിലോ ഡൈനിങ്ങും ലിവിങ് റൂം, ഫോമൽ ലിവിങ് റൂം കാണത്തക്ക രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ബാൽക്കണി നമ്മൾ കൊടുത്തു. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന് മുകളിലായിട്ട് നമ്മളൊരു ബെഡ്റൂം കൊടുത്തു. ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണത്. ഈ ഒരു വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 1710 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീടിനെ പറ്റില്ല നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.